നമസ്കാരം. മനുഷ്യൻ്റെ കൂടെപ്പിറപ്പാണ് സഞ്ചാരം. നമുക്കറിയാം, ആദിമകാലങ്ങളിൽ ഭക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയായിരുന്നു മനുഷ്യൻ്റെ സഞ്ചാരമെങ്കിൽ കാലക്രമത്തിൽ മനുഷ്യർ സ്ഥിരതാമസം തുടങ്ങി. ഇതോടെ സഞ്ചാരത്തിൻ്റെ രീതി മാറി. കുടിയേറ്റം പോലുള്ള ദീർഘയാത്രകളായി. പക്ഷേ സംസ്കാരം പുരോഗമിച്ചതോടെ വിനോദസഞ്ചാരത്തിലേക്ക് നീങ്ങി. വിനോദസഞ്ചാരം മലയാളികളുടെ ഒരു പൊതുശീലമായി തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരം, അതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരം ഒരു കാലത്ത് നമ്മുടെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ, കോവളം അല്ലെങ്കിൽ വർക്കല, ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിന്നു. നാൾ കടന്നുപോയപ്പോൾ കേരളം മുഴുവൻ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലേക്ക് വളർന്നു. കേരളത്തിലെ വിനോദസഞ്ചാര സാധ്യതകളും പ്രവണതകളും ദേശാഭിമാനി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കൂടെയുള്ളത് വിനോദസഞ്ചാര മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ മനോജ് കിണിയാണ്. ഒരു അധ്യാപകനും രൂപകൽപ്പനാ വിദഗ്ധനും അർബൻ ഡിസൈനിങ്ങിൽ PhD ബിരുദമുള്ള മനോജ് ഇപ്പോൾ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവി കൂടെയാണ്. നമ്മുടെ മുമ്പിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 2 കോടിയിൽ പരം ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും ആഭ്യന്തര ഇന്ത്യക്കകത്തുള്ളവരാണ്. വിദേശത്തു നിന്ന് വരുന്നവർ ഒരു 20% താഴെ ഏകദേശം. ഇതൊക്കെ ഓരോ വർഷവും ചെറിയ വ്യത്യാസം വരും. അപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ഈ കണക്കുകളുടെ ഒരു പ്രസക്തിയും എന്താ? വളരെയധികം പ്രസക്തിയുള്ള ഒരു കണക്കാണത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1980-കൾക്ക് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല എന്ന് പറയുന്നത് അദ്ഭുതമായിട്ടുള്ള വളർച്ച കൈവരിച്ചൊരു മേഖലയാണ്. കേരളത്തിൻ്റെ ഭാവി മേഖലയും കൂടെയാണ് ടൂറിസം. പക്ഷേ കോവിഡാനന്തരം വന്നൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് ആഭ്യന്തര ടൂറിസം വിപണി വളരെയധികം ഉണരുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരിവിടെ കേരളം കാണാൻ വരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു റിവെഞ്ച് ടൂറിസം എന്ന് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഈ കോവിഡിൻ്റെ സമയത്ത് ശരിക്കും ഈ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും നൈമിഷികതയെക്കുറിച്ചും ഒക്കെ ആൾക്കാർ കൂടുതൽ ബോധവാന്മാരാവുകയും ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കേണ്ടതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരികയൊക്കെ ചെയ്തൊരു, നമ്മളുൾപ്പെടെ അത് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. പിന്നെ പൊതുവേ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് യാത്ര ചെയ്യണം എന്നുള്ള ഒരു കാര്യം, ഈ പുതിയ റീൽസും വീഡിയോസും ഒക്കെ ധാരാളം കാണുന്നത് കൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതും അതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നുള്ളതുള്ള ഒരു ചിന്തയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉള്ളൊരു ആകെത്തുകയായിരിക്കാം ഈ ആഭ്യന്തര സഞ്ചാരത്തിലുണ്ടായ വർധന. പിന്നെ പൊതുവേ ശരിക്കും പറഞ്ഞാൽ ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സുന്ദരിയാണ്. അപ്പോൾ ആ സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലെങ്കിലും കാണണം എന്ന് പൊതുവെ ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരത്ത് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളെല്ലാം ബ്ലസ്ഡ് ആണല്ലോ, നിങ്ങൾക്ക് എന്ത് സുഖമാണ് അവിടെ, എന്ത് സൗന്ദര്യമുള്ള നാടാണെന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പറയുന്ന ആഭ്യന്തര ടൂറിസത്തിലുണ്ടായ വളർച്ച. പക്ഷേ എനിക്ക് എപ്പോഴും ഈ ഇക്കണോമിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വിദേശ ടൂറിസ്റ്റ്, പ്രത്യേകിച്ചും ഹൈ എൻഡ് ടൂറിസം കേരളത്തിൽ വന്നാൽ മാത്രമേ നമുക്കതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കണക്കുകൾ വളരെ പ്രസക്തമാണ്. ഞാൻ പറയുന്നത് എപ്പോഴും നമുക്കതിനൊരു ബാലൻസ് വേണം. ആഭ്യന്തര ടൂറിസം ഉണ്ടാവണം, പക്ഷേ അതേസമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ എൻഡ് ടൂറിസം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നാലേ കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നുള്ളൊരു സാമ്പത്തികമായിട്ടൊരു നേട്ടമുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ഈ കേരളത്തിൻ്റെ പൊതുവായ ഒരു പുരോഗതിയുണ്ട്. ഈ പറയുന്ന പോലെ വലിയ മുതൽ മുടക്കുള്ള വ്യവസായങ്ങൾക്കും വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾക്കും ഒന്നും കേരളത്തിൽ സാധ്യതയില്ല. അപ്പോൾ ഈ ടൂറിസം ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭാവി മേഖലകളിൽ ഒന്നാണ്. അപ്പം ഈ കേരളത്തിൻ്റെ വികസനത്തിൽ ഈ വിനോദസഞ്ചാര മേഖലയുടെ പ്രാധാന്യം, ഇൻഫാക്റ്റ് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ച് എന്ന് നമ്മുടെ ഡെൻസിറ്റിയാണ്, ജനസാന്ദ്രത. ഈ ജനസാന്ദ്രത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ സേഫും ഈ പറയുന്ന പോലെ റിസോഴ്സസ് നമുക്കുള്ളത് കാരണം ഉണ്ടാവുന്ന
ജനക്ഷേമവും വളരെ പ്രധാനമാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുമ്പിലാണ് നമ്മൾ. ജനറൽ എഡ്യൂക്കേഷൻ ആയാലും ശരി, നമ്മുടെ ഹെൽത്ത് സെക്ടറൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അപ്പം അത് കാരണം തന്നെ ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ അധികമാണ്. കേരളത്തിൻ്റെത് 900-നും 1000-നും ഇടയ്ക്കാണ്. അതിൻ്റെ 1/3 ഉള്ളൂ ഇന്ത്യയുടേത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റൽ റീജിയണിൽ അത് 3000-4000 അപ്പോൾ അത്രയും ഡെൻസായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്കൊരിക്കലും ഈ പറയുന്ന കണക്കുള്ള സ്ഥല ലഭ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആണ്. നമുക്കൊരു വലിയ ഒരു പ്രോജക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്നത് സ്ഥലമാണല്ലോ. അപ്പോൾ സ്ഥലത്തിൻ്റെ ലഭ്യത വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത് വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഇക്കോളജിക്കൽ ഫ്രജിലിറ്റി. ഭയങ്കര ഫ്രജൈലാണ് നമ്മൾ. വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് ശരിക്കും ഒരു 30% അല്ലെങ്കിൽ 35% മാത്രമേ ഉള്ളൂ ഹ്യൂമൻ എന്താ പറയുക ഇൻ്റർവെൻഷൻ പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ. ബാക്കി 65% നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട സ്ഥലങ്ങളാണ്. വളരെ സീരിയസ് ആണ്. ഇപ്പോൾ പൊതുവേ നോക്കുക, നമുക്ക് ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈലാൻഡ്സ്, മിഡ്ലാൻഡ്സ്, ലോലാൻഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, മിഡ്ലാൻഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, ഹൈലാൻഡ് ഇക്കോസിസ്റ്റം ഉണ്ട്. ഇത് മൂന്നും വളരെ പ്രത്യേകത ഉള്ള ഇക്കോസിസ്റ്റംസാണ്. ഇവിടെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കയറി എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചില കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്ന പോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം ടൂറിസത്തിന് തന്നെയാണ്. ഹ്യൂമൻ ബേസ്ഡുള്ള ഏത് ഇൻഡസ്ട്രിയും ഇവിടെ വിജയിക്കും. ഉദാഹരണത്തിന് IT സെക്ടർ. അതായത് മലിനീകരണം പാടില്ല. മലിനീകരണമില്ലാതെ ഈ റിസോഴ്സസ്, അതായത് നാച്ചുറൽ റിസോഴ്സസിനെ ബാധിക്കാത്ത എന്ത് പ്രവൃത്തിയും നമുക്കിവിടെ ചെയ്യാം. ഈ മാനവ വിഭവശേഷി കൂടുതൽ ആവശ്യമുള്ള, തീർച്ചയായും മാനവ വിഭവശേഷി നമുക്കുണ്ട്. നമുക്ക് ധാരാളം 50%-ലധികം യുവതയുള്ള നാടാണ് കേരളം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഇതിൽ 10% ടൂറിസത്തിൻ്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഒരു 30%-ഓളമൊക്കെ നമുക്ക് ഷുവറായിട്ടും ഉയർത്തിക്കൊണ്ടുവരാം. 2030 ഇതിൻ്റെ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ശരിക്കും സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന ഒരു ലോങ് ടേമിൽ ഒരു 30%-ഓളം സ്റ്റേക്ക് നമുക്ക് ഇൻഡസ്ട്രിയിൽ ടൂറിസത്തിന് കൊണ്ടുവരാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ മനോജ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെയും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ലോക സാഹചര്യം സങ്കീർണമാണ്. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം, പിന്നെ ആഗോള സാമ്പത്തിക പറ്റിയുള്ള വാർത്തകൾ വരുന്നു. അപ്പം നമ്മുടെ ഇവിടെ വരുന്ന സഞ്ചാരികൾ നേരത്തെ ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ആ പാറ്റേൺ തന്നെ മാറ്റം കാണുന്നു. അതുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണോ? അത് വളരെ ഇതായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് ആൾക്കാർ ഇവിടെ വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊതുവെ നമ്മുടെ വിപണി എന്ന് പറയുന്ന യൂറോപ്യൻ US വിപണിയിൽ നിന്നാണ് ആൾക്കാർ ധാരാളം പേര് ഇവിടെ വരിക. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കേരളം ഒരു ട്രോപ്പിക്കൽ റീജിയനാണ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം ഓഫർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇപ്പം കർണാടകമോ തമിഴ്നാടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ പോലെ അല്ല കേരളം. കേരളത്തിൻ്റെത് വന്യമായിട്ടൊരു സൗന്ദര്യമാണ്. ഇവിടുത്തെ ഗ്രീനിന് വേറൊരു ഷെയ്ഡാണ്. നമ്മുടെ പച്ച എന്ന് പറയുന്നത് വേറൊരു ഷെയ്ഡ് ഓഫ് ഗ്രീനാണ്. ഈ ഒരു ഷെയ്ഡ് ഓഫ് ഗ്രീനും ഈ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും നമുക്ക് ഒരിക്കലും ബാക്കിയുള്ള സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. അതാണ് ട്രോപ്പിക്കാലിറ്റിയുടെ ഒരു പ്രത്യേകത, ട്രോപ്പിക്കൽ റീജിയൻ എന്നുള്ളത്. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന വേറെ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്ക, അല്ലെന്നുണ്ടെങ്കിൽ ബാലി, ഇന്തോനേഷ്യ. ഈ വെറ്റ് റൈസ് റീജിയൻ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന നമ്മളെ പോലെയുള്ള ആർക്കിടെക്ചർ, നമ്മളെ പോലെയുള്ള കൾച്ചറൽ എന്താ പറയുക ഹെറിറ്റേജ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലെയുള്ള പ്രകൃതി, ഇതൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ ശ്രീലങ്കയ്ക്ക് ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓഫർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ അത്ര റിഫൈൻമെൻറ്റ് അവർക്കില്ല. ആ വന്യതയുണ്ട്, സൗന്ദര്യമുണ്ടെങ്കിലും നമുക്ക് കുറച്ച് റിഫൈൻമെൻ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും എല്ലാ രാജ്യങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഓഫർ ചെയ്യുന്നതിൻ്റെ പകുതി വിലയ്ക്ക് ഈ സെയിം സാധനം ബാക്കിയുള്ളവർ ഓഫർ ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുമ്പിട്ട് നിൽക്കുക? അപ്പോൾ അവിടെ നമുക്ക് മാർക്കറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മാറും. അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപക്ഷെ ഇവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും ബാക്കിയുള്ളവർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കഥകളി ഒരു ആർട്ട് ഫോമാണ്, അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള റിഫൈൻമെൻറ്റ് കഴിഞ്ഞ് വന്ന സാധനങ്ങളാണ്. ഇപ്പം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കഥകളിയുടെയൊക്കെ വളരെ വികൃതമായിട്ടുള്ള അനുകരണങ്ങൾ നമുക്ക് പലയിടത്തും കാണാം. പക്ഷെ അവർക്കൊന്നും കഥകളി ആ ഇൻറ്റൻസ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതിവിടെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ കലകൾക്കുള്ളൊരു പ്രത്യേകത, അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജിനുള്ളൊരു പ്രത്യേകത, ഇതിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പ്രകൃതിയുടെ ഭാഗം എന്ന് പറയുന്നത് ഈ കല നടക്കുന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഥകളി കാണണമെങ്കിൽ കഥകളി നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ പോയി കഥകളി കാണുന്ന പോലെ അല്ല അമ്പലത്തിൻ്റെ കളിത്തട്ടിൽ കഥകളി നടക്കുമ്പോൾ കാണുന്നത്. അവിടെ ഇരുന്ന് കാണുന്നൊരു ഫീലുണ്ടല്ലോ, അന്തരീക്ഷം. അപ്പോൾ തെയ്യം കാണണമെങ്കിൽ തെയ്യം നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് കൊണ്ട് നടത്തിയിട്ട് കാര്യമില്ല. തെയ്യം ശരിക്കും അവിടെ ആ കണ്ണൂരിൻ്റെ ആ ഭൂമിയിൽ പോയി അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ കാണണം. ഇതെന്ന് പറയുന്ന ഒരു സിംഗിൾ ഡേ പെർഫോമൻസ് അല്ല. ഇതിന് പുറകിലൊരു കഥയുണ്ട്, അതിനൊരു ഫീലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കലയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. അതാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ ടു എക്സ്പീരിയൻസ് എന്നുള്ള. യെസ്. അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് വരുമ്പോഴത്തേക്കും ഓബ്വിയസ്ലി നമുക്ക് കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ യുണീക്കാവും. അതിന് ധാരാളം സാധ്യതകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കാന്തല്ലൂരൊക്കെ ഇഷ്ടംപോലെ. അത് ഫുഡാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എറ്റിക്കറ്റ്സ് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ പ്രൊഡക്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ആവട്ടെ, എല്ലാ മേഖലയിലും 1000-ഓളം ഇമാതിരിയുള്ള സങ്കേതങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിനകത്ത് ആകെപ്പാടെ ഒരു 4-5 മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം മനോജ് ഒരു അർബൻ ഡിസൈൻ വിദഗ്ധൻ കൂടിയാണ്. അപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു ഡിസൈൻ പോളിസി ഉണ്ട്, അത് നമ്മുടെ ടൂറിസത്തിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ ഒരു പ്രഥമ യോഗത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്തൊരു വിഷയമാണിത്. കാരണം വെച്ചാൽ ഈ ഡിസൈൻ പോളിസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നേർരേഖയാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ രൂപകൽപ്പനയെ കാണുന്നത്? ഈ രൂപകൽപ്പന എന്ന് പറയുന്നത് വളരെ, ഞാൻ പറയുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് രൂപകൽപ്പന. അത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു എർഗണോമിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്കിരിക്കുമ്പോൾ കംഫർട്ടായിട്ട് തോന്നണ്ടേ? അപ്പോൾ നമ്മളിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കാലെന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണമെങ്കിൽ ഏകദേശം നമ്മുടെ ഈ തുടയുടെ അറ്റം വരെ നമുക്ക് ആ കസേരയിൽ അമർത്തിയിരുന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥയിലാണ് ഇരിക്കുക. അതേപോലെ നമ്മൾ ചാരുമ്പോൾ ഈ കസേര എന്ന് പറയുന്നത്, ഈ കസേരയുടെ ചാരിന് നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുക. അതിപ്പം കട്ടിലാവട്ടെ, മേശയാവട്ടെ, നമ്മളുടെ ഒരു മുറി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കിടക്കുന്നു. അപ്പോൾ രാത്രി നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒരുവന് ഊർജ്ജം കിട്ടില്ല, അടുത്ത ദിവസം ജോലി ചെയ്യാനുള്ള ഊർജ്ജമില്ല. അപ്പോൾ ഈ ഊർജ്ജം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉറക്കത്തിൽ നിന്നാണ്. അപ്പം സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ എന്ത് വേണം? സ്വസ്ഥമായിട്ട് കിടക്കാനുള്ളൊരു ഇടം വേണം. അപ്പോൾ ഈ സ്വസ്ഥമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഒരു മെത്തയ്ക്ക് അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ഒരു റോങ് മെത്തയിൽ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ അടുത്ത ദിവസം പോയി കിട്ടും. അപ്പോൾ ഞാൻ ഡിസൈനിൻ്റെ പ്രസക്തിയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഈ കാലയിലിടുന്ന ചെരുപ്പാവട്ടെ, വെക്കുന്ന കണ്ണടയാവട്ടെ, ഇതെല്ലാം നമ്മുടെ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കംഫർട്ട് ലെവലിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇത് സമൂഹത്തിലും ബാക്കിയുള്ള എൻവയൺമെൻറ്റിലും ഒക്കെ ഇതുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്?
ടൂറിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിയറട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻറ്റൻസ് വിഷ്വൽ എക്സ്പീരിയൻസ്. ഇൻറ്റൻസ് വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരു യാത്രക്കാരൻ ഇവിടെ വരുമ്പോൾ അവൻ നമ്മുടെ ഈ പറയുന്ന നമ്മളുണ്ടാക്കി വെക്കുന്ന ഈ ഭൂമിക നമ്മൾ കാണുകയാണ് അവിടെ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ, അത് മെമ്മറി ആവണമെങ്കിൽ നമ്മൾ നല്ല സാധനം കൊടുക്കണ്ടേ? അതായത് നമ്മളൊരു പ്രതലം ഒരുക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലം അല്ലെങ്കിൽ പ്രതലം ഒരുക്കുന്നത് അതിനൊരു നേരേഖ വേണം. അപ്പോൾ ആ നേരേഖ എന്ന് പറയുന്നത് എല്ലാത്തിനും ബാധകമാണ്. അതായത് ഇവിടുത്തെ റോഡുകളാവട്ടെ, ഇവിടുത്തെ പാലങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടർ ബോഡി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നമ്മുടെ വയലുകൾ എങ്ങനെ വേണം, അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിങ്സ് എങ്ങനെ വേണം, റോഡിലുള്ള അർബൻ സ്ട്രീറ്റ് ഫർണിച്ചർ എങ്ങനെ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്ടിലിറ്റീസ്, അർബൻ യൂട്ടിലിറ്റീസ് എങ്ങനെ വേണം, ഇതെല്ലാം എങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സൈനേജസ്, അതെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസൈൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ പോളിസി എന്ന് പറയുന്നത് ഒരു ജനറിക് ഗൈഡ് ലൈൻസ് ആണ്. അതിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആവണം. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പബ്ലിക് സ്പേസസ് എല്ലാം ഡീൽ ചെയ്യുന്ന LSGD ആണ്. അപ്പം LSGDയുടെ ആണ് നഗര ആസൂത്രണം അല്ലെങ്കിൽ നഗര രൂപകൽപ്പന എന്നൊക്കെ പറയുന്നത് ശരിക്കും LSGDയുടെ ഡൊമെയിനിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് സ്പേസസ്, പബ്ലിക് പാർക്സ് ആവട്ടെ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ റോഡ്സ്, അതൊക്കെ PWD കീഴിലാണ് വരിക. റോഡ്സ്, ബാക്കി റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് KSEB നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വൃത്തികെട്ട പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകളിനകത്ത് പല രീതിയിലുള്ള ലൈൻസ് വലിച്ച് പലപ്പോഴും നമ്മുടെ ഈ റോഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ യാതൊരുവിധ അതെ, നമുക്ക് പേടിയാവും. അത്രയ്ക്ക് കോംപ്ലക്സ് ആണ് ഈ പറയുന്ന ലൈൻ വലിക്കുന്ന കാണുമ്പോൾ. അതേപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വേറൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഹോർഡിങ്സും ബോർഡിങ്സും. ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ ആവശ്യമില്ലാത്ത ഈ ബോർഡുകളും ഹോർഡിങ്സും കൊടുത്തിട്ട് പലപ്പോഴും കാഴ്ചയെ മറക്കുക, റോഡിൽ തന്നെ ഇത് പ്ലേസ് ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ട് ഇതിനൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നില്ല? അപ്പോൾ നമുക്ക് ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ പറയുന്ന പോസ്റ്റർ പതിപ്പിക്കുവാനും ആൾക്കാർക്ക് വേണ്ട രേഖകൾ പതിപ്പിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളില്ല. ഇതിപ്പോൾ ഡിസൈൻ പോളിസി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പാലങ്ങൾ പണിയും, ഇപ്പോൾ തന്നെ എത്രയോ നല്ല പാലങ്ങളായി. ലൈറ്റിങ്, ബിൽഡിങ്സ് ലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ കണ്ടില്ലേ? അപ്പം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞല്ലോ 9 വെർട്ടിക്കൽസ് ഉണ്ടെന്നുള്ളത്. ഈ 9 വെർട്ടിക്കൽസിനും വരുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈൻ പോളിസി പതുക്കെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നടപ്പിലാക്കി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഈ പറയുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്, പ്രതലം ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് വന്നു കഴിയുമ്പോൾ അവന് കിട്ടാൻ പോകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഗുഡ് ഫീൽ ഫാക്ടർ, അതാണ് നമുക്ക് വേണ്ടുന്നത്. പ്രകൃതി ശരിക്കും കേരളത്തിന് ധാരാളം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ പ്രാധാന്യം അറിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നമ്മുടെ ഒരു പ്രശ്നമാണത്, ഈ റിഫൈൻമെൻറ്റ്. അതെ, വിദ്യാഭ്യാസ വകുപ്പിനും വലിയ പങ്ക് തീർച്ചയായും. അതായത് ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ സ്കൂൾ തലത്തിൽ മുതലേ ഡിസൈൻ്റെ പ്രാഥമിക പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പം പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾ ഒരു കയ്യിലൊരു മിഠായി കടലാസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ കൊണ്ടുപോയി ആ വേസ്റ്റ് ബെന്നിലിടും. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് എറ്റിക്കറ്റ്സ് അവരെ പഠിപ്പിക്കും. ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ബേസിക് എറ്റിക്കറ്റ്സ് അവർക്കറിയാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ കാർക്കിച്ച് തുപ്പുന്ന പോലെ അവർ ചെയ്യില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ വളരെ കുറഞ്ഞു, പണ്ട് അല്ലേ, വളരെയധികം മാറി. അപ്പോൾ അത് മാറ്റം വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷേ പതുക്കെയാണ്. ഉദാഹരണത്തിന് ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ആൾക്കാർ വന്ന് കപ്പലിൻ്റെ ഉറുക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ട് അതേപോലെ സാധനങ്ങൾ അവിടെ ഇടുകയാണ്. അവിടെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടിടാനുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട്, എങ്കിൽ അത് ഇടണമെന്നുള്ളൊരു മനോഭാവം ആൾക്കാർക്ക് വരുന്നില്ല. നമ്മുടെ സ്ഥലമാണ് ഇത്. പലപ്പോഴും എൻ്റെ ടാക്സ് കൊടുക്കുന്ന അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതെന്ന് അവർ ആലോചിക്കുന്നില്ല. എൻ്റെയും കൂടെ പൈസയാണ് എന്നുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ജനങ്ങൾക്ക് ഇല്ലാതാവുന്നുണ്ട്.
ഈ പറയുന്ന പബ്ലിക് യൂട്ടിലിറ്റി നശിപ്പിക്കുന്ന ഒരു പ്രവണത, ലൈറ്റുകൾ അടിച്ചു പൊട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല ടൂറിസം സങ്കേതങ്ങളിലും. അതേപോലെ ലോറികൾ കൊണ്ടുവന്ന്, വണ്ടികൾ കൊണ്ടുവന്ന് ഈ പറയുന്ന യൂട്ടിലിറ്റി ഇടിച്ചിടുക, അത് ചളങ്ങി നല്ലൊരു ഹാൻഡ് റെയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇടിച്ചിടുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പ്രവണതകൾ മാറണം. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയാണ് ശരിക്കും ഡിസൈൻ പോളിസിയിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഡിസൈൻ പോളിസിയെ സീരിയസ് ആയിട്ട് എല്ലാ വകുപ്പുകളും കാണുമെന്നും ആ വകുപ്പുകൾ ഇത് പതുക്കെ അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് ഒരു സമഗ്രമായ ഒരു സമീപനം വേണം. ഇത് ഏതെങ്കിലും തീർച്ചയായും ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അല്ല ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. മനോജ് ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ മിക്കവാറും എല്ലാ. അപ്പം പക്ഷേ കേരളത്തിൻ്റെ ഒരു വന്യമായ സവിശേഷമായ അപ്പോൾ കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഏതാണ്? അങ്ങനെ പറയാം. ശരിക്കും കേരളം പുറത്ത് സഞ്ചരിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ കേരളത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കേരളം മൊത്തം ഇഷ്ടമാണ്. അങ്ങോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എനിക്കൊരു സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ എൻ്റെ ലൈക്കിങ് എന്നൊന്നും ഇല്ല. എനിക്കിഷ്ടമാണ് കേരളം മൊത്തത്തിൽ. എനിക്കിഷ്ടമാണ്. നമ്മൾ ഇപ്പം വിമാനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. അതെ, അത് വേണ്ട. നമ്മൾ ഈ ട്രെയിനിൽ വരുമ്പോൾ പാലക്കാട് ഇങ്ങോട്ട് കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു മാറ്റം ഭയങ്കര രസമുള്ളൊരു മാറ്റമാണ്. അത് മലയാളികൾ തിരിച്ചറിയുക, അറിയാം. ഇപ്പം തന്നെ വൻതോതിൽ മാറ്റം നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു വലിയ വൻതോതിൽ എല്ലാവരും അതനുസരിച്ച് കേരളത്തിൻ്റെ ഈ ടൂറിസം മേഖലയിലും കേരളത്തിൻ്റെ വളർച്ചയെ കാര്യമായി അത് സ്വാധീനിക്കും. ഇത്രയും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ടൂറിസം മേഖലയിൽ കേരളത്തിൻ്റെ ശക്തി ഏതൊക്കെയാണ്? അതോടൊപ്പം ദൗർബല്യം കൂടെ എന്ന് പറഞ്ഞാലേ നമുക്ക്. ദൗർബല്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ദൗർബല്യം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും മലയാളികൾ ഈ ടൂറിസം ഒരു ഉപജീവന മാർഗമായിട്ട് കരുതിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട്. ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവർക്കതൊരു ഇൻകം സോഴ്സാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ ചില രാജ്യങ്ങളൊക്കെ പോയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് തായ്ലൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ ശ്രീലങ്ക, അല്ലെങ്കിൽ ഇന്തോനേഷ്യ, ബാലി, ഇവരൊക്കെ ടൂറിസം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ടൂറിസത്തിന് അപാരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. പക്ഷെ കേരളത്തിന് അങ്ങനെ ഒരു മാറ്റം പൊതുവെ ആൾക്കാരിൽ കണ്ടിട്ടില്ല. ടൂറിസം ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാനുള്ളൊരു മടിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ. അപ്പോൾ അതൊരു വലിയൊരു പോരായ്മയാണ്. രണ്ടാമത്തത് ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കേരളം വളരെ ഫ്രജൈലാണ്. ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫ്രജൈലാണ്. അത് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ പലപ്പോഴും പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു വലിയൊരു ന്യൂനതയാണ്. പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഡിസൈനർക്കൊരു വലിയ റോളുണ്ട്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലൊരു വലിയ റോളുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പം കേരളത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പലപ്പോഴും ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, സ്പോണ്ടേനിയസ് ആണ്. അവിടെ ഡിസൈൻ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. ആൾക്കാർക്കത് അറിയത്തില്ല. ഒരു വാസ്തുശില്പി അല്ലെന്നുള്ള ഒരു ആർക്കിടെക്റ്റ് ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇൻവോൾവ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ലായ്മ കാരണം പലപ്പോഴും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കെട്ടിടങ്ങളായാലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ അതുമാതിരിയുള്ള ഉള്ള പല സാധനങ്ങളും നമ്മൾ പ്രത്യേകിച്ചും വർക്കലയിൽ പോയാലും ഫോർട്ട് കൊച്ചി പോയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു പരിമിതിയാണ് നമ്മുടെ. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഓവർ ടൂറിസമാണ്. അതായത് ചില സ്ഥലങ്ങളിൽ ടൂറിസം വന്ന് മറിയുകയും അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അത് വർക്കലയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ശരിക്കും നമ്മൾ ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും ഇപ്പം അവിടെ നമ്മൾ ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഓവർ ടൂറിസം. അപ്പോൾ ഓവർ ടൂറിസത്തിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ധാരാളം നല്ല ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓവർ ടൂറിസത്തിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്,
നമ്മുടെ റോഡ് ഡെൻസിറ്റി നേരത്തെ പറഞ്ഞ കണക്ക് വളരെ കൂടുതലാണ്. ബാക്കിയുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് നമ്മുടെ റോഡ് ഡെൻസിറ്റി എത്ര ഇപ്പം കിട്ടാവുന്ന ഏറ്റവും വലിയ റോഡാണ് നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ ചെയ്യുന്നത്. പക്ഷേ അതാണെങ്കിൽ പോലും അവിടെയും ഈ പറയുന്ന കണക്ക് നമ്മുടെ ഡെൻസിറ്റി വെച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഈ പറയുന്ന പോലെ പല കാര്യങ്ങൾ ഇപ്പം സർക്കാർ തലത്തിൽ ചെയ്യുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൂസ് ടൂറിസം, അതേപോലെ ഹെലി ടൂറിസം. ഇതിനൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പം ഈ ഹെലി ടൂറിസം എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന് ഇപ്പം കൊച്ചിയിൽ വരുന്ന ഒരു ക്രൂസ് സഞ്ചാരിക്ക് ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം അയാൾ ഒരു ദിവസം കൊണ്ട് അയാൾക്ക് എന്ത് കാണാൻ പറ്റും അവിടെ? അയാൾക്കൊന്ന് ആലപ്പുഴയിൽ പോകണമെന്നുണ്ടെങ്കിലോ മൂന്നാർ പോകണമെന്നുണ്ടെങ്കിലോ 4-4.5 മണിക്കൂർ 5 മണിക്കൂർ എടുക്കും അവിടെ ചെല്ലാൻ. അപ്പോൾ അതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കണക്ക് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ടിവിറ്റി, ഹെലി ടൂറിസം വഴി നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സഞ്ചാരിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ ഒക്കെ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ടിവിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ കണക്ടിവിറ്റി വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഒരു അല്പം നമ്മൾ പുറകിലാണ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ന്യൂനതകൾ നമുക്ക് ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ നമ്മുടെ ഈ റെയിൽവേയുടെ തന്നെ ഇപ്പം അത് നമ്മൾ വിവാദത്തിന് വേണ്ടി നമ്മൾ പറയുകയില്ല. സിൽവർ ലൈൻ പോലുള്ള ഇപ്പം കാസർഗോഡ് തിരുവനന്തപുരം എത്താനുള്ള അങ്ങനത്തെ ഇപ്പം സിൽവർ ലൈനോ വേറെ ഏതോ പേരോ അല്ലെങ്കിൽ അങ്ങനെയല്ല, അതേപോലെ അതാ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്ഥിതി നമുക്ക് ഇല്ലാണ്ടായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു ലീനിയർ സിസ്റ്റമാണ്, അർബൻ സിസ്റ്റമാണ്. തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീനിയർ അർബൻ സിസ്റ്റത്തിന് എപ്പോഴും ഫാസ്റ്റ് കണക്ടിവിറ്റി ആവശ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട് നോക്കുക. തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു നോഡിൽ നിന്നും ബാക്കി നോഡ്സിലോട്ടുള്ള കണക്ടിവിറ്റിയാണ്. അതൊരു സ്റ്റെല്ലാർ നെറ്റ്വർക്ക് പോലെയുള്ളതാണ്. കേരളത്തിന് അങ്ങനെ അല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കാസർഗോഡ് ഇതിന് ഇങ്ങനെ അർബൻ അഗ്ലോമറേഷൻ വരുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ നോട്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നോട്ട്സ് തമ്മിലുള്ള കണക്ഷനാണിത്. ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിട്ടൊരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ലീനിയർ സിസ്റ്റത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണലി പോകണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചസ് വരും, ഈ നോഡിൽ നിന്ന് ബ്രാഞ്ചസ് വരും. അപ്പോൾ ശരിക്കും കേരളം എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് സ്ട്രക്ചർ പോലെയാണ്. അപ്പോൾ ഈ ലീഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വെയിനാണത്. അപ്പോൾ വെയിനിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താലല്ലേ ഈ ന്യൂട്രിയൻസ് പോവുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കേരളം പോലുള്ള ഒരു ലീനിയർ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന തത്വമാണ്. അതിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന ഫാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ പോലുള്ള കോൺസെപ്റ്റ്സ് വരുന്നത്. അത് ആ കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതുണ്ടായാലേ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോൺസെപ്റ്റ്സ് പൊതുവെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇവർ മാധ്യമത്തോടെ സംസാരിക്കുന്ന അപ്പോൾ ഇത്തരം ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങൾ ഞാൻ ഒരിക്കലും മാധ്യമങ്ങളെ വേറെ ആയിട്ട് കാണുന്നില്ല. സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദമാണ് മാധ്യമങ്ങൾ, അല്ലേ? ഇപ്പം നമ്മൾ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ നമ്മൾ ഒരേ പോലെ വളർന്നു വന്നു ഒരു സംസ്ഥാനത്ത്. പക്ഷേ ഈ പറയുന്ന മാധ്യമത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആള് അവിടുത്തെ ആളല്ലാതായി മാറില്ലല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയാസിനെ അക്സെപ്റ്റ് ചെയ്യാനും പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയാസിനെ പ്രോപ്പഗേറ്റ് ചെയ്യാനും മാധ്യമങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പ്രവർത്തകനാവുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പലപ്പോഴും ഐഡിയാസിനെ ജനങ്ങളിലെത്തിക്കുവാൻ ഇതിൽ കവിഞ്ഞ ഒരു മാർഗമില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് രോഗികളെ നോക്കുന്നു, എൻജിനീയേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് ഒരു മാനസികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നൊരു ജോലിയാണ് ശരിക്കും മാധ്യമ പ്രവർത്തനത്തിനുള്ളത്. ഒരു സമൂഹത്തെ നന്നാക്കുവാൻ മാധ്യമ പ്രവർത്തനത്തിന് 100% പറ്റും. അവിടെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് യാതൊരുവിധ ബയാസുമില്ലാതെ നല്ലതിന് വേണ്ടി മാത്രം കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാൻ പറ്റും. അവിടെയാണ് അത് സ്ട്രെങ്ത്ത്. ഞാൻ അതുകൊണ്ടാണ് അവരെ അത്രയ്ക്കും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നെഗറ്റീവാണ്.
വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം. പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അവയർനെസ് ഇല്ലായ്മയാവാം. പലപ്പോഴും റോങ് ന്യൂസുകൾ പലപ്പോഴും വരുന്നത് കാണാറുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ റോങ് ന്യൂസ് ആദ്യമേ കൊടുത്തിട്ട് പിന്നെ എന്നെ വിളിച്ച് പേഴ്സണലി സോറി പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഉണ്ടാവുന്നതിൻ്റെ റീസൺ നമ്മൾ പെട്ടെന്ന് ക്യാരിഡ് ആവും. ഒരാൾ വിളിച്ച് പറയുമ്പോൾ അത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് പഠിക്കുക, ശരിയാണോ എന്നുള്ളത് പലപ്പോഴും ചില സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നില്ല. അപ്പം നമുക്ക് ഇനിയും ഇത്തരം ചർച്ചകൾ നമുക്ക് വേണ്ടി വരും. ഇത്രയും സമയം ദേശാഭിമാനി ഡിജിറ്റൽ മുന്നേ സമയം ചെലവിട്ടതിന് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു.